ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. അപ്പോൾ ഇന്ന് എഗെയിൻ ഒരു കുട്ടി ഹോം വ്ലോഗാണ് കേട്ടോ. രാവിലെ തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട്. കുറച്ചൊരു ഗ്യാപ്പിന് ശേഷം മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പുതുമണ്ണിൻ്റെ മണവും വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു മഴയോട് കൂടെ നമുക്ക് നമ്മുടെ ഡേ കിക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സെറ്റായിട്ടിരിക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മമ്മി നല്ല പൂ പോലത്തെ നൂലപ്പവും നല്ല കിഡിലെ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഡ്രസ്സപ്പ് ചെയ്ത് നമുക്കിന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഇന്നാണ് നമ്മുടെ ബേബിയുടെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങണം. തൃശ്ശൂർ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലേക്കാണ് പോകേണ്ടത്. ബൈ 10 നമുക്ക് അവിടെ എത്തണം. സോ നമ്മൾ ഇറങ്ങി. നമ്മളിപ്പോൾ ഏകദേശം കേച്ചേരിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പോയ സമയത്ത് ഈ റോഡിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു. നല്ല കുണ്ടും കുഴിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ റോഡിന് അറ്റകുറ്റപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി അത് റോഡ് ബെറ്റർ ആയിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷ. അതിന് ശേഷം പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ തൃശ്ശൂർ റൗണ്ടിലെത്തി. നമ്മൾ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പോയി അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞു. ബേബിയുടെ തമ്പ് ഇംപ്രഷനൊക്കെ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 5 to 7 വർക്കിംഗ് ഡേയ്സിലെ പാസ്പോർട്ട് നമുക്ക് അയച്ചു തരും എന്നാണ് അവരെ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂർ റൗണ്ടിലാണ്. നമ്മൾ ഭാരത് ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ച് നല്ല സെറ്റപ്പ് ആയിട്ടിരിക്കുകയാണ്. ബേബിക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുമ്പം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആവശ്യം വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് എന്ന് പറയുന്നത് പേരൻസിൻ്റെ ആധാർ, 2 പേരുടെയും ആധാർ കാർഡ്, പിന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി, പേരൻസിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി, പിന്നെ ബേബിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ ബേബിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ 2 എണ്ണം, പിന്നെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ, ദാറ്റ് അവിടെ നമുക്ക് പാസ്പോർട്ട് എടുക്കാനുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പം മിക്കവാറും ഒരു 5 to 7 ഡേയ്സിൽ നമുക്ക് പാസ്പോർട്ട് കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഓൾറെഡി പാസ്പോർട്ട് കിട്ടി. 5 ഡേയ്സിൽ നമുക്ക് റിസീവ് ചെയ്തായിരുന്നു. ബേബിയുടെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാനായിട്ട് പേരൻസ് 2 പേരും കൂടിയിട്ടാണ് പോകുന്നതെങ്കിൽ പോലീസ് വെരിഫിക്കേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് പാസ്പോർട്ട് റിസീവ് ചെയ്യാം. അതല്ല ഒരു പേരൻ്റായിട്ടാണ് പോകുന്നതെങ്കിൽ പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാകും. അതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടരാം. മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. പാടുവതും രാഗം നീ തേടുവതും രാഗമാം ദേവനും അനുരാഗിയാം അമ്പലപ്രാവേ. അങ്ങനെ നമ്മുടെ പാസ്പോർട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ശോഭ സിറ്റി മാളിലേക്കാണ്. തൃശ്ശൂരുള്ളവർക്കൊക്കെ ഭയങ്കര ഫെമിലിയർ ആയിരിക്കും നമ്മുടെ പുഴക്കലിലുള്ള ശോഭ സിറ്റി മാൾ. അപ്പോൾ ഇവിടെ എൻ്റെ അനിയത്തി കുറച്ച് കുട്ടി ഷോപ്പിംഗ് പരിപാടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവളെയും കൂടി പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോവാൻ. ഓ ലുക്കായി സെറ്റ് കേൾക്കോ, നല്ല ലുക്കായിട്ടുണ്ട്. സെറ്റ് ചെയ്തിട്ടാണ് കണ്ണും കണ്ണും നെഞ്ചിൽ സ്വപ്ന കൂടൊരുക്കുന്നു. മൗനം പോലും മെല്ലെ സ്നേഹം കൈമാറുന്നു. തമ്മിൽ തമ്മിൽ നമ്മൾ മോഹത്തേരേറുന്നു. ശോഭയെന്ന് അല്ലീനെയും പിക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ പോകുന്നത് ഇവിടെ പുഴയ്ക്കൽ തന്നെയുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ നെസ്റ്റോ ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയിട്ട് ഞാൻ പിന്നെ കയറിയിട്ടില്ല. അപ്പോൾ നമുക്കൊരു കുട്ടി ഷോപ്പിംഗ് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അവിടുന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിലെത്തിയതും മമ്മി നല്ല കിടിലൻ ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കി. അത് ഇങ്ങനെ വാട്ടിയ വാഴയിലൊക്കെ വെച്ച് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലി ലീവിന് വന്ന് തിരിച്ചു പോകുമ്പം അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾക്കും അവളുടെ റൂംമേറ്റ്സിനൊക്കെ ആയിട്ട് നല്ല അടിപൊളി ബീഫ് ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ഈവനിങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേബിനെയും കൊണ്ട് കുറച്ച് നേരം ഞാൻ മുറ്റത്ത് ഇങ്ങനെ ഒന്ന് ഉലാത്താറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ വീട്ടിൽ കയറും. അപ്പം ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഡേ. ഇന്നത്തെ ഒരു കുട്ടി ഹോം വ്ലോഗ് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.